ഇന്നത്തെ ടോപ്പിക് യൂണിറ്റ് 11 പ്രിപ്പയറിംഗ് ഫോർ ഇൻ്റർവ്യൂസ്. ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്ന വിധം. വാട്ട് ടു പ്രിപ്പയർ, എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, സ്റ്റഡി ദീസ് കേസസ്. വാട്ട് ഡു ദേ ടെൽ us about ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന കേസുകൾ പഠിക്കുക. ഒരു ഇൻ്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്പർ എ, Sita was fairly well prepared for the interview the next week. She received good feedback for her performance at the mock interview. However, she was not happy with her preparation. She contacted one of the employees in the company through a mutual friend and learned that to get a job there, a female candidate needed a lot of convincing to do. She decided to reconsider her interview strategies. അതായത് അടുത്ത ആഴ്ചയിലേക്കുള്ള ഇൻ്റർവ്യൂവിനായി സീത നന്നായി തയ്യാറായി. മോക്ക് ഇൻ്റർവ്യൂവിലെ പെർഫോമൻസിന് അവൾക്ക് നല്ല ഫീഡ്ബാക്ക് ലഭിച്ചു. എന്നിരുന്നാലും അവൾ സന്തുഷ്ടയായിരുന്നില്ല. ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി കമ്പനിയിലെ ജീവനക്കാരിലൊരാളെ അവൾ കോൺടാക്ട് ചെയ്തു. അവിടെ ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥിക്ക് വളരെയധികം കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. അവൾ തന്റെ ഇൻ്റർവ്യൂ സ്ട്രാറ്റജി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. നമ്പർ ബി, Bharat thought he was well prepared for the interview. He had looked up for information on the company and had read the newspaper to acquaint himself with the current affairs. He had gone through the relevant books on his subject. He was confident of his answers to questions on his career plan. He was taken aback when the interviewer asked him to talk about his favorite film. ഇന്റർവ്യൂവിന് താൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഭരത് കരുതി. അവൻ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അന്വേഷിക്കുകയും കറന്റ് അഫയേഴ്സ് മനസ്സിലാക്കാൻ പത്രങ്ങൾ വായിക്കുകയും ചെയ്തു. തന്റെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള റിലവന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളും വായിച്ചു. തന്റെ കരിയർ പ്ലാനുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളിൽ അവൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. എന്നാൽ അവൻ ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്റർവ്യൂ ബോർഡ് പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. Next, number C. Rahim was ready for interview and took care of all the angles. He was a little confused when the interviewer asked him to evaluate himself. റഹീം ഇന്റർവ്യൂവിന് വേണ്ടി നന്നായി തയ്യാറായിട്ടുണ്ടായിരുന്നു. അവൻ എല്ലാ ആംഗിൾസും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സ്വയം ഇവാലുവേറ്റ് ചെയ്യൂ എന്ന് ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചപ്പോൾ അവൻ ആശയക്കുഴപ്പത്തിലായി. Next, number D. Mala spent hours preparing for interviews. She went through the stock questions and practiced the answer to them. She was stunned when the committee asked her to describe the qualities of her favorite teacher. I have no favorite teacher, she blurted out. മാല മണിക്കൂറുകളോളം ഇന്റർവ്യൂവിന് തയ്യാറെടുത്തു. അവൾ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസിലൂടെ പ്രിപ്പയർ ചെയ്യുകയും അതിന്റെ ആൻസേഴ്സ് പഠിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസ് വിവരിക്കാൻ ഇന്റർവ്യൂ ബോർഡ് പറഞ്ഞപ്പോൾ അവൾ സ്റ്റക്കായിപ്പോയി. തനിക്ക് പ്രിയപ്പെട്ട അധ്യാപകർ ഒന്നും തന്നെ ഇല്ല എന്ന് അവൾക്ക് പറയേണ്ടി വന്നു. നെക്സ്റ്റ്, നമ്പർ ഇ. മയു വാസ് എ ലിറ്റിൽ വറീഡ് അബൌട്ട് ഹിസ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. ഹി തോട്ട് മിസ്പ്രൊനൗൺസിംഗ് വുഡ് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഓൺ ഹിസ് ഇന്റർവ്യൂസ്. ഹി പ്രാക്ടീസ്ഡ് ഹാർഡ് ടു ഗെറ്റ് ഇറ്റ് റൈറ്റ്. When he faced the committee, he could hardly talk because of his fear of mispronunciation. മയൂവിന് തന്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിൽ അല്പം ആശങ്കയുണ്ടായിരുന്നു. തെറ്റായി ഉച്ചരിക്കുന്നത് ഇന്റർവ്യൂ ബോർഡിന് തന്നെ കുറിച്ച് നെഗറ്റീവ് ഇംപ്രഷൻ സൃഷ്ടിക്കുമെന്ന് അവൻ കരുതി. അത് ശരിയാക്കാൻ അവൻ കഠിനമായി പ്രയത്നിച്ചു. ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിച്ചപ്പോൾ തെറ്റായ ഉച്ചാരണം ഭയന്ന് അവന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. നെക്സ്റ്റ്, ടിപ്സ് ഓൺ പ്രിപ്പയറിംഗ് ഫോർ ഇന്റർവ്യൂസ്. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടിപ്സുകൾ. Number 1. Which of the tips do the above cases illustrate? മേൽ പറഞ്ഞ കേസുകൾ വ്യക്തമാക്കുന്ന ടിപ്സുകൾ എന്തൊക്കെയാണ്? Number A. Find out all the information you can about the job and the company. ജോലിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റുന്ന എല്ലാ വിവരങ്ങളും കണ്ടെത്തുക. Number B. Think of the routine questions and prepare thoroughly. സാധാരണയായി അല്ലെങ്കിൽ പതിവായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായി പ്രിപ്പയർ ചെയ്യുക. Number C. Don't expect the interviewer to ask only those questions that you have seen before and are prepared for. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങൾ മാത്രം ഇന്റർവ്യൂ നടത്തുന്നയാൾ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. Number D. Remember, there are many ways to test your knowledge, attitude and skills. നിങ്ങളുടെ അറിവ്, ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കഴിവുകൾ എന്നിവ പരിശോധിക്കാൻ നിരവധി മാർഗങ്ങൾ ഉണ്ട് എന്ന് ഓർക്കുക. Number E. Focus on information you are expected to have, the attitude expected of you and the skill you are supposed to possess. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Number F.
Don't worry too much about your weakness or qualities you do not have. Concentrate on demonstrating your strength. നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് ഇല്ലാത്ത ക്വാളിറ്റീസിനെ കുറിച്ചോ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നും അത് പ്രകടിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവും സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും, പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ വീക്ക്നെസ് നെഗറ്റീവ്സിനെ ഫോക്കസ് ചെയ്യുന്നു, സ്ട്രെങ്ത് എന്നുള്ളത് പോസിറ്റീവിനെ ഫോക്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാസ്ക് നമ്പർ 2. Let's play a game called Coffee Pot. The game will help you to do better at the interviews by raising your awareness about preparation for interviews. You must identify the company the other group has thought of by asking a few yes or no questions. ഇവിടെ ഒരു ഗെയിമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. The game name is Coffee Pot. അപ്പോൾ നമുക്ക് ഒരു കോഫി പോട്ട് എന്ന ഗെയിം കളിക്കാം. ഇന്റർവ്യൂവിന് തയ്യാറാകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അവബോധം വളർത്തിക്കൊണ്ട് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ ഈ ഗെയിം നിങ്ങളെ സഹായിക്കും. കുറച്ച് yes or no ക്വസ്റ്റ്യൻ ചോദിച്ച് മറ്റു ഗ്രൂപ്പുകൾ ചിന്തിച്ച കമ്പനിയെ നിങ്ങൾ തിരിച്ചറിയുക. അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. ഈ ഗെയിമിലൂടെ അതാണ് കണ്ടെത്തേണ്ടത്. ഹൗ ടു പ്ലേ ദ ഗെയിം. എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്? യു വിൽ ബി ഡിവൈഡഡ് ഇൻടു 2 groups, A and B. Each group will think of few companies, decide on the companies and collect information about these companies. You need a lot of information about the companies you choose. Use the company profile on the next page to get a good idea about what to look for. എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്? അതായത് നിങ്ങളെ A, B എന്നീ 2 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഓരോ ഗ്രൂപ്പും കുറച്ച് കമ്പനികളെ കുറിച്ച് ചിന്തിച്ച് അവയിൽ കുറെ എണ്ണത്തിന് സെലക്ട് ചെയ്യുന്നു. 2 ഗ്രൂപ്പുകളും ഈ കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. നിങ്ങൾ ചൂസ് ചെയ്ത കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം ഇൻഫർമേഷൻ ആവശ്യമാണ്. എന്താണ് തിരയേണ്ടത്, എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടാനായി അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ പ്രൊഫൈൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് കമ്പനിയുടെ പ്രൊഫൈലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. List the information under each company. You can gather the information from magazine, newspapers in the library and the internet. When it is your turn to guess, your group must choose a volunteer to ask questions to the other group about the company they have thought of it. The volunteer can ask only yes or no question using coffee pot in the place where the company's name is normally used. For example, he or she can ask, is the coffee pot a public company? Does the coffee pot have many branches? ഓരോ കമ്പനിയുടെ കീഴിലുള്ള വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലൈബ്രറി, മാഗസിൻ, ന്യൂസ് പേപ്പർ, ഇന്റർനെറ്റ് എന്നിവയിൽ നിന്നെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഗെയിമിലേക്ക് വരുമ്പോൾ മറ്റു ഗ്രൂപ്പ് ഗസ് ചെയ്ത കമ്പനി ഏതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനായി നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. yes or no ക്വസ്റ്റ്യൻസ് മാത്രമേ അയാൾക്ക് ചോദിക്കാനുള്ള അവകാശമുള്ളൂ. കമ്പനിയുടെ പേരിന്റെ സ്ഥാനത്ത് കോഫി പോട്ട് എന്ന വേർഡ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, കോഫി പോട്ട് ഒരു പൊതുമേഖലാ കമ്പനിയാണോ? കോഫി പോട്ടിന് ധാരാളം ബ്രാഞ്ചസ് ഉണ്ടോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതായത് നേരത്തെ അശ്വമേധം എന്നൊരു TV ഷോ ഉണ്ടായിരുന്നു. ഒരാൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേസ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യനിലൂടെ ഏതാളാണ് അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്നതിന്റെ ആൻസറിലോട്ട് എത്തുന്നു. ഈ ഒരു ഗെയിമും സെയിം തന്നെയാണ്. ഒരു കമ്പനി മനസ്സിൽ വിചാരിക്കുന്നു, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ച് അവസാനം ആ കമ്പനി ഏതാണെന്ന് കണ്ടെത്തുന്നു. When the volunteer is reasonably sure of the identity of the company, he or she can make a guess. A team gets 10 points if the guesses the company correctly within 20 questions. If it can't guess, the team has thought of the company will get 10 points. Each team gets 2 chances to guess. The team with the highest number of points win the game. നമ്മൾ സെലക്ട് ചെയ്ത ആളിനെ ആ കമ്പനിയെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഏത് കമ്പനിയാണ് ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ഊഹിച്ചതെന്ന് പറയാൻ കഴിയും. 20 ചോദ്യങ്ങൾക്കുള്ളിൽ ആൻസർ കണ്ടെത്തിയാൽ ഒരു ടീമിന് 10 പോയിന്റാണ് ലഭിക്കുന്നത്. ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് 10 പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. ഓരോ ഗ്രൂപ്പിനും 2 ചാൻസ് ലഭിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ടീമായിരിക്കും വിജയിക്കുന്നത്. നെക്സ്റ്റ്, തിങ്സ് ടു റിമെമ്പർ. ഓർക്കേണ്ട കാര്യങ്ങൾ. വെൻ ഗസിംഗ് ദ കമ്പനി, മേക്ക് ഷുവർ യു ഡോണ്ട് റിപ്പീറ്റ് എ ക്വസ്റ്റ്യൻ. ഡോണ്ട് റഷ് ടു ഗസ്.
Wait until you have exhausted at least 15 questions. അതായത് കമ്പനിയെക്കുറിച്ച് ഗസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഗസ് ചെയ്യാനായി തിരക്ക് കൂട്ടരുത്. 15 ചോദ്യങ്ങളെങ്കിലും കംപ്ലീറ്റ് ആകുന്നതുവരെ കാത്തിരിക്കുക. നെക്സ്റ്റ്, വെൻ ആൻസറിംഗ്, ഉത്തരം നൽകുമ്പോൾ. Don't volunteer information. Check your notes before answering. One of you should monitor the number of questions the volunteer from other groups has used up. ഉത്തരം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ. വിവരങ്ങൾ സ്വമേധയാ പറയരുത്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ കുറിപ്പുകളോ നോക്കി ഉറപ്പാക്കിയ ശേഷം വേണം ഉത്തരം പറയാൻ. മറ്റു ഗ്രൂപ്പുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കമ്പനി പ്രൊഫൈൽ. ഇതാണ് നേരത്തെ പറഞ്ഞ കമ്പനിയുടെ പ്രൊഫൈൽ എന്നത്. ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് വേണം നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ. അതിൽ എ, പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ, അതായത് കമ്പനി ഒരു പബ്ലിക് ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലാണോ നിൽക്കുന്നത്. 2, ഇറ്റ്സ് പ്രോഡക്റ്റ് സർവീസസ്, അതിന്റെ സർവീസസ് എന്തൊക്കെയാണ്, അതെന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. നമ്പർ സി, ഹൂസ് വിഷൻ, ആരുടെ വിഷനായിരുന്നു ആ കമ്പനി. നമ്പർ ഡി, അച്ചീവ്മെന്റ്സ്, അതിനെന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്പർ ഇ, അതിന്റെ പ്രോഡക്റ്റ് സർവീസ് USP, അതൊക്കെ എന്തൊക്കെയാണ്. നമ്പർ എഫ്, ഇറ്റ്സ് ലൊക്കേഷൻ, ആ കമ്പനി ഇരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്, ഇന്ത്യയിലാണോ ഇന്റർനാഷണൽ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസ്, അങ്ങനെ. നമ്പർ ജി, ഇറ്റ്സ് സൈസ്, സൈസ് എന്ന് വെച്ചാൽ അതിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, വലിയ കമ്പനിയാണോ, പടർന്ന് പന്തലിച്ച് നിൽക്കുന്നവയാണോ. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ പലയിടത്തായിട്ട് ബ്രാഞ്ചുകളുള്ളത്. നമ്പർ എച്ച്, നമ്പർ ഓഫ് എംപ്ലോയീസ്, അതിനകത്ത് എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്പർ ഐ, ഹിസ്റ്ററി ആൻഡ് ഇയർ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, അതിന്റെ ചരിത്രം എന്താണ്, എന്നാണ് അത് സ്ഥാപിക്കപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്പർ ജെ, ആനുവൽ റവന്യൂ, എത്ര ഇൻകം ഒരു വർഷം, വാർഷിക വരുമാനം എത്ര കിട്ടുന്നുണ്ട്. നമ്പർ കെ, ഓഫീസ്, ഫാക്ടറി, ബ്രാഞ്ച് ഇൻ മെട്രോസ്, ഓഫീസാണ്, ഫാക്ടറി, അത് മെട്രോസിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ടോ എന്നൊക്കെയാണ്. അതൊരു ഓഫീസായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഫാക്ടറി ആയിട്ടാണോ, അങ്ങനെയൊക്കെ. നമ്പർ എൽ, ഫിലോസഫി, ആ കമ്പനിയുടെ ഫിലോസഫി എന്തൊക്കെയാണ്. നമ്പർ എഫ്, ഇൻ ന്യൂസ് റീസെന്റ്, വളരെ എപ്പോഴും വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന കമ്പനിയാണോ. നമ്പർ എൻ, പ്രോഡക്റ്റ് അഡ്വർടൈസ്ഡ് ഓൺ ഇന്ത്യൻ TV ചാനൽസ്, ഇന്ത്യൻ TV ചാനൽസിൽ അതിന്റെ പ്രോഡക്ട്സ് എല്ലാം അഡ്വർടൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. നമ്പർ ഒ, ഇൻട്രസ്റ്റിംഗ് അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ, സ്ലോഗൻസ്, അങ്ങനെ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻസോ അല്ലെങ്കിൽ സ്ലോഗൻസോ അതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കമ്പനിയാണോ. നമ്പർ പി, ലോഗോ, ഓരോ കമ്പനിക്കും ഓരോ ലോഗോ ഉണ്ടാവും, അങ്ങനെ ഈ കമ്പനിക്ക് എന്തെങ്കിലും ലോഗോ ഉണ്ടോ. നമ്പർ ക്യൂ, ഫേമസ് നെയിം ഇൻ ദ കമ്പനി, ആ കമ്പനിയുടെ നെയിം ഫേമസ് ആണോ. നമ്പർ ആർ, എനി ഫേമസ് കോമ്പറ്റീറ്റർ, അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ. നമ്പർ എസ്, പാരന്റ് കമ്പനി, അതായത് പാരന്റായിട്ട് നിൽക്കുന്ന കമ്പനി ഉണ്ടോ. അതർ വെഞ്ചേഴ്സ്, സിസ്റ്റേഴ്സ് കൺസേൺ, ഫ്രാഞ്ചൈസീസ്, അതായത് നമുക്കറിയാം ഒരു ഏതെങ്കിലും കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തുടങ്ങിയതിൽ നിന്ന് കുറച്ച് ചിലപ്പം പേരുകളൊക്കെ മാറ്റിയിട്ട് പിന്നെ വേറൊരു ഇതിലായിട്ട് മാറ്റും. അങ്ങനെ ഇതുമായിട്ട് നമുക്ക് പാരന്റ് സിസ്റ്റേഴ്സ് കമ്പനി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതങ്ങനെ വല്ലതും ഉണ്ടോ. നമ്പർ ടി, ഫ്യൂച്ചർ പ്ലാൻസ്, ആ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഏത് കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, നമ്പർ 3A ആണ്. വർക്ക് ഇൻ പെയർസ്, തിങ്ക് ഓഫ് few questions the interview might ask on the following topics. താഴെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ ബോർഡ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. നമ്പർ 1, പേഴ്സണൽ ലൈഫ്. നമ്പർ 2, എഡ്യൂക്കേഷൻ. നമ്പർ 3, കരിയർ. നമ്പർ 4, ആറ്റിറ്റ്യൂഡ്. നമ്പർ 5, ആപ്റ്റിറ്റ്യൂഡ്. നമ്പർ 6, സ്കിൽസ്. ഈ ടോപ്പിക്സിന്റെ ബേസിൽ ഇന്റർവ്യൂ ബോർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും തയ്യാറാക്കുക. നെക്സ്റ്റ്, compare your list with your neighbors. Add your list question. After everyone is ready, your teacher will ask the pairs to read out the question. Check if you can add few more questions to your collection. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യന്, അതായത് അതൊരു ഗ്രൂപ്പ് വർക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ നൈബറിംഗ് ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ടീച്ചേഴ്സ് വായിക്കാൻ പറയുന്ന സമയത്ത് വായിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ്, നമ്പർ 4, സ്റ്റഡി ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദം അണ്ടർ ദീസ് ടോപ്പിക്സ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം അവയെ ചുവടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ചെയ്യുക അഥവാ തരംതിരിക്കുക. അപ്പോൾ ഇതിനകത്ത് O വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെ വായിച്ചതിന് ശേഷം താഴെ കുറെ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സിൽ ഏതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്നതുമായിട്ട് ലിസ്റ്റ് ചെയ്യുക. നമ്പർ A, we were recently in the news. Do you know why? അപ്പോൾ അത് താഴെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിൽ പേഴ്സണൽ ലൈഫ്, എഡ്യൂക്കേഷൻ, കരിയർ,
ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് എന്നാണ് നോക്കേണ്ടത്. അത് വരുന്നത് ആറ്റിറ്റ്യൂഡിലാണ്. നമ്പർ ബി, വാട്ട് കോഴ്സസ് ഡിഡ് യു ലൈക്ക് ബെസ്റ്റ്, വൈ? ആ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് കോഴ്സസ് ഡിഡ് യു ലൈക്ക് ബെസ്റ്റ്, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് കൂടുതലും താല്പര്യം എന്ന കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ വരുന്നത് എഡ്യൂക്കേഷനിലാണ്. നമ്പർ സി, ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ വെക്കേഷൻ വൈൽ ഇൻ ഹൈസ്കൂൾ? ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ അവധിക്കാലം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചത്? അത് വരുന്നത് പേഴ്സണൽ ലൈഫിലാണ്. നമ്പർ ഡി, വാട്ട് ഡു യു തിങ്ക് ഡിറ്റർമിൻസ് എ പേഴ്സൺ പ്രോഗ്രസ് ഇൻ എ ഗുഡ് കമ്പനി? ഒരു നല്ല കമ്പനി ഒരു വ്യക്തിയുടെ പ്രോഗ്രസ് നിർണ്ണയിക്കുന്നത് എന്തുകൊണ്ട്? അത് വരുന്നത് ആറ്റിറ്റ്യൂഡിലാണ്. നമ്പർ ഇ, വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി? ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആ ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക് ആപ്റ്റിറ്റ്യൂഡാണ്. നമ്പർ എഫ്, വാട്ട് അബൌട്ട് അവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഇംപ്രസ് യു? ഞങ്ങളുടെ പ്രോഡക്റ്റും സർവീസസും നിങ്ങളെ ഇംപ്രസ് ചെയ്തതിനെ കുറിച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ആപ്റ്റിറ്റ്യൂഡിലാണ്. നമ്പർ ജി, വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഹാവ് യു റെഡ്? ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്? അപ്പോൾ അത് എഡ്യൂക്കേഷൻ്റെ ടോപ്പിക്സിലാണ് വരുന്നത്. നമ്പർ എച്ച്, ഡു യു എൻജോയ് സ്പോർട്സ് ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഓർ ആസ് എൻ ഒബ്സർവർ? നിങ്ങളൊരു ഒബ്സർവറായോ ഒരു പാർട്ടിസിപ്പൻ്റായോ സ്പോർട്സ് എൻജോയ് ചെയ്യാറുണ്ടോ? ആ ഒരു ഇത് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടൈറ്റിലാണ്. നമ്പർ ഐ, ടെൽ us about the latest voluntary course or program you have completed. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോളണ്ടറി കോഴ്സിനെ കുറിച്ച് പറയുക. അത് എഡ്യൂക്കേഷൻ എന്ന ടൈറ്റിലാണ് വരുന്നത്. നമ്പർ ജി, ഹൗ ഫെമിലിയർ ആർ യു വിത്ത് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എത്രത്തോളം പരിചയമാണ് നിങ്ങൾക്ക്? അത് വരുന്നത് നിങ്ങളുടെ സ്കിൽസിന്റെ ബേസിലാണ്. നമ്പർ കെ, വാട്ട് സ്കൂൾ ആക്ടിവിറ്റീസ് ഡിഡ് യു എൻജോയ് ദ മോസ്റ്റ്? ഏതൊക്കെ സ്കൂൾ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ കൂടുതൽ ആസ്വദിച്ചത്? അത് വരുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. നമ്പർ എൽ, വാട്ട് പേഴ്സണൽ ക്യാരക്ടേഴ്സ് ആർ നെസസറി ഫോർ സക്സസ് ഇൻ യുവർ ചൂസൺ ഫീൽഡ്? നിങ്ങൾ ചൂസ് ചെയ്ത ഫീൽഡിലെ വിജയത്തിന് എന്ത് പേഴ്സണൽ ക്വാളിറ്റീസ് ആവശ്യമാണ്? അത് വരുന്നത് ആറ്റിറ്റ്യൂഡാണ്. നമ്പർ എം, ഡു യു പ്രിഫർ വർക്കിംഗ് ഇൻ ടീം ഓർ ബൈ യുവർ സെൽഫ്? ടീമായി പ്രവർത്തിക്കാനാണോ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അത് വരുന്നത് കാരിയർ എന്ന ഓപ്ഷനിലാണ്. നമ്പർ എൻ, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ദ പീപ്പിൾ സ്കിൽ യു സേ യു possesses. അത് വരുന്നത് സ്കിൽസിലാണ്. നമ്പർ ഒ, ഇഫ് വി ആസ്ക് യു ടു ലേൺ ടു വർക്ക് ഓൺ എ ന്യൂ പ്രോഗ്രാം ഡു യു തിങ്ക് യു വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്? പുതിയൊരു പ്രോഗ്രാമിൽ പ്രവർത്തിക്കാൻ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? സോ ദാറ്റ് ആ ഒരു ടോപ്പിക് വരുന്നത് ആറ്റിറ്റ്യൂഡിലാണ്. നെക്സ്റ്റ്, നമ്പർ 5, rearrange the words the following sentences to get a few tips on the preparing for interviews. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ റീഅറേഞ്ച് ചെയ്യുക. നമ്പർ എ, മേക്ക് യു ഹൗ ടു ദ വെന്യൂ ഷുവർ നോ റീച്ച്. ഈ ഒരു സെന്റൻസ് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിനെ ഓർഡർ ആക്കുക. ഓക്കെ, ആൻസർ ഈസ് മേക്ക് ഷുവർ ദാറ്റ് യു നോ ഹൗ ടു റീച്ച് ദ വെന്യൂ. നമ്പർ ബി, ഹാവ് ആൻ അറൈവ് അവർ അറ്റ്ലീസ്റ്റ് ഏർലി. ഈ സെന്റൻസ് ഓർഡർ ആക്കി അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ arrive at least half an hour early. അതാണ് എൻ്റെ ആൻസർ. നമ്പർ സി, ഷുവർ യു ആർ ആൻഡ് പ്രസ്ഡ് നീറ്റ്ലി മേക്ക് വാഷ്ഡ് ക്ലോത്ത്സ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വിയറിംഗ് വാഷ്ഡ് ക്ലോത്ത്സ് പ്രസ്ഡ് നീറ്റ്ലി. നമ്പർ ഡി, ഓഫ് കോപ്പീസ് ഓഫ് റെസ്യൂമെ ക്യാരി യുവർ കപ്പിൾ. അത് അറേഞ്ച് ചെയ്യുമ്പോൾ ക്യാരി എ കപ്പിൾ ഓഫ് കോപ്പീസ് ഓഫ് അവർ റെസ്യൂമെ. നമ്പർ ഇ, ടു ടേക്ക് ഓഫ് യുവർ ഡോൺ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് ഫോർഗെറ്റ് കോപ്പീസ്. അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ടേക്ക് കോപ്പീസ് ഓഫ് യുവർ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ടെസ്റ്റിമോണിയൽസ്. നെക്സ്റ്റ്, ലെറ്റ്സ് റിവൈസ്. നമ്പർ 1, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് അബൌട്ട് പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂസ്. ജോബ് ഇന്റർവ്യൂസിന് തയ്യാറെടുക്കുന്നതിനെ കുറിച്ചുള്ള ഇനി പറയുന്ന സെന്റൻസുകൾ ഫില്ലപ്പ് ചെയ്യുക, അതായത് കംപ്ലീറ്റ് ചെയ്യുക. നമ്പർ എ, ഡാഷ് ഓൾ ഇൻഫർമേഷൻ യു ക്യാൻ അബൌട്ട് ഡാഷ് ആൻഡ് ഡാഷ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നത് ഫൈൻഡ് ഔട്ട് all the information you can about the job and the company. ജോബിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും കണ്ടെത്തുക. നമ്പർ ബി, think of the dash question and dash thoroughly. Think of the routine questions and prepare thoroughly. സാധാരണയായി ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും വേണം. നമ്പർ സി, dash expect dash to ask only those questions that you are prepared for. Answer, don't expect the interviewer to ask only those questions that are prepared for.
അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്പർ ഡി, focus on information you are expected to have, the attitude expected of you and the skills you are supposed to possess. Number E, don't worry too much about your dash or qualities. You do not dash concentrate on demonstrate your strength. അതായത് don't worry too much about your weakness or qualities you do not have. Concentrate on demonstrating your strength. നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫോക്കസ് യുവർ സ്ട്രെങ്ത്. അതായത് സ്ട്രെങ്ത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ്. ഇപ്പോൾ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ക്വാളിറ്റീസ് ആണ്. സോ ഫോക്കസ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.